മോള് മരിച്ച ദുഃഖത്തിൽ കഴിയുന്നതുകൊണ്ട് എന്റെ അവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതി. എന്റെ അച്ഛൻ എന്നെ അംഗീകരിക്കുന്നില്ല. അച്ഛന്റെ കൂട്ടുകാരൻ സഹായിക്കുകയില്ല. ഇനിയിപ്പോ കോടതിയോ സർക്കാരോ വിചാരിക്കണം. എന്തായാലും ശരി, ഞാൻ മുട്ടുമടക്കാൻ പോകുന്നില്ല. തോറ്റുകൊടുക്കുകയില്ല. എവിടെയൊക്കെ കയറി ഇറങ്ങിയാലും ഞാൻ ഉദ്ദേശിക്കുന്നത് സാധിക്കുക തന്നെ ചെയ്യും. ആ ദേവിക എന്നെ തല്ലിയതിന് പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. സത്യത്തില് നിങ്ങളോട് എനിക്ക് ദേഷ്യം തോന്നേണ്ടതാ. പക്ഷെ എനിക്കിപ്പോഴും അടുപ്പം തന്നെയാ തോന്നുന്നത്. അന്ന് സാർ എന്നെ മോളേന്ന് വിളിച്ചത് കൊണ്ടാവും. ആ ദേവികയായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ഉപദേശിച്ചത്. എന്നോട് അടുപ്പം വേണ്ടെന്ന് പറഞ്ഞു കാണും. ഞാൻ എന്തായാലും അവളെ കാണുന്നുണ്ട്. ശരി സർ. ദൈവം എത്ര വലിയ ക്രൂരനാ. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും മീരെ നേരത്തെ വിളിച്ചു. ആരുമില്ലാതെ അച്ഛനെയും അമ്മയും അറിയാതെ ഞാനിങ്ങനെ. ഒരർത്ഥത്തിൽ ഞാനും മീരയും ഒരുപോലെയാ. അനുഭവിക്കാൻ യോഗമില്ലാത്ത അച്ഛനമ്മമാരുടെ മക്കള്. ശരി മാഡം. ബാലു, സത്യം പറ. സിദ്ധുവിനെ രക്ഷിക്കാൻ വേണ്ടി ബാലു തനുജയ്ക്ക് എന്തെങ്കിലും വാക്കു കൊടുത്തിരുന്നു? സ്വന്തം മോളായിട്ട് സ്വീകരിച്ചോളാന്നോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, ആ കുട്ടി എന്തൊക്കെയോ പറയുന്നത്. ആ ദേവിക ഇടയ്ക്ക് നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് തോന്നുന്നേ. മനഃപൂർവ്വമായിരിക്കും തല്ലിയത്. അവളെ നമ്മുടെ അടുത്തേക്ക് അയക്കാൻ. ഇവിടെ ഒരു അടുപ്പം ഉണ്ടാക്കി തനുജയെ ഇവിടുത്തെ ആളാക്കി നിർത്താനുള്ള നീക്കം. അവളുടെ ആഗ്രഹമൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്കിപ്പോ തനുജയുടെ ദേഷ്യം വന്നതുപോലെ. ഒരു അച്ഛനോട് പറയുന്ന സ്വാതന്ത്ര്യത്തിലാ ബാലുവിനോട് അവള് സംസാരിച്ച്. ബാലു ആണെങ്കിൽ അവളെ ദത്തെടുക്കാന്ന് പറയുകയും ചെയ്തു. ചന്ദ്രത്തെ പ്രശ്നങ്ങള് ഈ വീട്ടിലെ പ്രശ്നങ്ങളാവൂന്ന് തോന്നുന്നേ. സത്യം പറയാലോ നന്ദ, കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിക ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇതിൽ അതിശയിക്കാനൊന്നുമില്ല മുരളി. തനൂജ് അച്ഛനോട് മോശമായിട്ട് സംസാരിച്ചു, മോശമായിട്ട് പ്രതികരിച്ചു. അച്ഛനെ അവഹേളിക്കുന്നത് ദേവിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ദേവി തല്ലി. തനൂജെന്നല്ല, അച്ഛനെ വേദനിപ്പിക്കുന്ന ആരെയും ദേവി വെറുതെ വിടില്ല. അച്ഛന് സ്ട്രോക്ക് ഉണ്ടായി
ഏതാണ്ട് ജീവശവമായി ആശുപത്രി കിടക്കുമ്പോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അച്ഛന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചത് ദേവിയ. തിരികെ വീട്ടിൽ വന്നിട്ടും വീട്ടില് അച്ഛനെ നടത്തിക്കുന്നതും വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുന്നതും കൃത്യമായി മരുന്ന് കൊടുക്കുന്നതൊക്കെ ദേവിയായിരുന്നു. ദേവി തന്നെയാ അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ. ആ ഒരു സ്നേഹം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് ദേവി അച്ഛനെ സംബന്ധിച്ച് സ്വന്തം മോളാ, ദേവിക്ക് സ്വന്തം അച്ഛനും. ഒരിക്കലും പ്രകോപിതയാവാത്ത ദേവിക ഒരാളെ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ തോന്നിയില്ല. പറഞ്ഞില്ലേ, അച്ഛനെ അപമാനിച്ച ഒരുപക്ഷെ ഞാൻ കേട്ടുന്ന കൂടി ദേവി സഹിക്കില്ല. നന്ദ, അടിയും പിടിയും വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഇതിങ്ങനൊരു അവസാനമില്ലാതെ പോവാണല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീരണ്ടേ? തനുജായിട്ട് എന്നെ കാര്യങ്ങൾ അവസാനിപ്പിച്ചോളും. കുറച്ചു ദിവസങ്ങൾ കൂടി തനുജ ഇങ്ങനെ കയറി ഇറങ്ങും. പിന്നെ അവളായിട്ട് എന്നെ ഒഴിഞ്ഞു പോയിക്കോളും. തെറ്റൊന്നും ചെയ്യാത്ത സിദ്ധാർത്ഥൻ സാറാ ആരോപണങ്ങൾ ചുമക്കുന്ന. അതാ ഞങ്ങളുടെ വിഷമം. അച്ഛൻ പക്ഷേ അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്തായാലും ഭീഷണി തന്നെയാ. സമാധാന ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി. മീരയുടെ മരണത്തോടെയല്ല, എന്റെ ദേവിയുടെ വിവാഹത്തോടെ തന്നെ ഞങ്ങൾക്കത് ഇല്ലാതായി. പക്ഷേ ഇനിയെങ്കിലും സമാധാന ജീവിതം തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിപ്പോ ഞങ്ങൾ വിചാരിച്ച് മാത്രം സാധിക്കില്ലല്ലോ. വിധി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുകൂടി അനുവദിക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരു ജീവിതമായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റായി. ഇപ്പോ നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ വേണമെന്നായി. വിഷമിക്കാതെ നന്ദ. സിദ്ധാർത്ഥൻ സാറിനോട് പറയണം തനൂജയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ. ആ, വരട്ടെ, ഒക്കെ നേരെയാക്കണം. ഞാനൊന്ന് ഇറങ്ങട്ടെ. മോളെ, ഞാനും സിദ്ധും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ. എവിടേക്കാ അമ്മേ? മുൻപ് പറഞ്ഞിരുന്നില്ലേ ചെറിയൊരു ബിസിനസിന്റെ പ്രൊപ്പോസൽ കൊടുക്കാൻ പറഞ്ഞിരുന്ന കാര്യം? ആലോഷി ഇപ്പൊ കുറച്ചു മുമ്പ് അച്ഛനെ വിളിച്ചിരുന്നു. ഇന്ന് ചെന്നാൽ MD കാണാമെന്നും കാര്യങ്ങൾ മൂവ് ചെയ്യാന്നും പറഞ്ഞു. എന്നാ നന്ദുവിനെ കൂടി കൂട്ടി പോവായിരുന്നില്ലേ അമ്മേ? ഞാൻ വിളിക്കാം. വേണ്ട മോളെ, രജനിയും ഗിരിയും ഒക്കെ വിരുന്നിന് വരെയല്ലേ. നന്ദനെ വിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. പ്രഭാ, ആ സിദ്ധു, ഒരു 2 മിനിറ്റ്. സിദ്ധു റെഡിയായെന്ന് തോന്നുന്നു. മിനിസ്റ്റർ. സിദ്ധാർത്ഥ് സർ, ഞാൻ ബലരാമൻ സാറിനെ പിന്നീട് വിളിച്ചിരുന്നു. അല്ല, ഒരു വ്യക്തത വേണമല്ലോ. രാത്രി എനിക്ക് കോള് വരിക, കട്ടാവുക, എന്തോ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്തു. എന്നിട്ട് ബലരാമൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടെന്നും തോന്നി. പക്ഷേ ഒന്നും വ്യക്തമായി പറയുന്നുമില്ല. തുറന്നു പറയാം സർ, ഇനി അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വിട്ടുപോയ ബന്ധം കൂട്ടിച്ചേർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. കഴിഞ്ഞ ഫോൺ കോൾ അത് ഞാൻ പറഞ്ഞില്ലേ, കൈതട്ടി അറിയാതെ വന്നതാവും. അതങ്ങ് വിട്ടേക്ക്. ഓക്കെ, അത് വിട്ടേക്കാം. പിന്നെ ആ തനൂജയുടെ ഇഷ്യൂ, അത് വീണ്ടും പ്രശ്നമാവുകയാണല്ലോ. അല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടു ദേവിക തനൂജയെ തല്ലിന്നൊക്കെ. ആ, അങ്ങനെ ചിലതൊക്കെ നടന്നു. എത്രയോ വലിയ ഇഷ്യൂസ് ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ള ആളാണ്. എന്തു പറ്റി സർ? ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മൂല്യം കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് മിനിസ്റ്റർ. ഞാൻ കാരണം
മറ്റാരും പ്രശ്നത്തിലാവരുതെന്നും വിഷമിക്കരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സാറിന്റെ ചിന്താഗതിയും തീരുമാനവും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ആപത്തിലാവുകയാണെന്ന് സാറ് ചിന്തിക്കണം. വരട്ടെ മനുഷ്യൻ, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. അല്ല, ആ കുട്ടി DNA ടെസ്റ്റിന് അപേക്ഷിക്കുന്നെന്നോ അമ്മയെ അന്വേഷിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. സാറ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. എന്താണെന്ന് വെച്ചാ വേണ്ടത് ചെയ്യണം. എനിക്കറിയാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി സാർ. മാം, ആ, വരൂ. മാഡത്തിനെ കാണാൻ ആ കുട്ടി വന്നിട്ടുണ്ട്. ആര്? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? സിദ്ധാർത്ഥ സാറിന്റെ മോളെന്ന് അവകാശപ്പെട്ട തനൂജ. മാഡത്തിന്റെ തിരക്കിന്റെ കാര്യം പറഞ്ഞു. ഒരു 2 മിനിറ്റ് ഒന്ന് കാണാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ കുട്ടിയാ, തിരിച്ചേക്കണ്ടെന്നാ തോന്നുന്നത്. എന്ത് പറയണം മാഡം? വരാൻ പറയൂ. ശരി. തനൂജ. എക്സ്ക്യൂസ് മീ മാഡം. വരൂ. തനൂജ അല്ലേ? അതെ മാഡം. സി, എനിക്കിന്ന് ഒരുപാട് തിരക്കുള്ള ദിവസാ. ഒരു മീറ്റിംഗിന് വേണ്ടി പോണം. സാധാരണ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്കേ അനുവാദം കൊടുക്കാറുള്ളൂ. മാഡം, എന്തായാലും കൂട്ടിയിരിക്കൂ. താങ്ക് യു മാഡം. വന്ന കാര്യം ചുരുക്കി പെട്ടെന്നൊന്ന് പറയണം. എന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണോ? ഞാൻ എന്റെ അമ്മയെ അന്വേഷിച്ചു വന്നതാ. എന്താ? മാഡം ചുരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയുടെ പ്രശ്നം തീർത്തു തരുമെന്ന് പ്രതീക്ഷിച്ച മാഡത്തിന്റെ അടുത്ത് ഞാൻ എത്തിയേ. എന്റെ അച്ഛൻ, അതായത് രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തുമായും ബലരാമൻ സാറുമായും മാഡത്തിന് അടുപ്പമുണ്ടെന്നറിയാം. മാഡം, എനിക്കിത്രേ വേണ്ടൂ. എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ മാഡം എന്നെ സഹായിക്കണം. എന്റെ അച്ഛനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അമ്മ ആരാണെന്ന് പറയുന്നുമില്ല. ബലരാമൻ സാറ് ആദ്യം കുറച്ച് അനുകൂലമായിട്ട് നിന്നതാ. എനിക്ക് ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം സഹായിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് അത്ര നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടിക്ക് ഞാൻ പിന്തുണ തരുന്നുണ്ട്. പക്ഷേ കോടതിയിൽ തെളിയിക്കപ്പെടാതെ സിദ്ധാർത്ഥ് സാറിനെയും വീട്ടുകാരെയൊന്നും ആക്ഷേപിക്കാൻ കുട്ടിക്ക് അവകാശമില്ല. ശരി മാഡം, ഞാനിനി അദ്ദേഹത്തിന് ശല്യമാവുന്നില്ല. ഇതെന്താ? എന്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച് തരണമെന്ന് മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന അപേക്ഷയാ. മാഡം, എന്നെ ഹെൽപ്പ് ചെയ്യണം. കുട്ടി, ഈ രീതിയിലൊരു അപേക്ഷയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. അറിയാം മാഡം. DNA ടെസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുക്കുന്നുണ്ട്. എന്റെ വക്കീലാ ചോദിച്ചത്, അച്ഛനെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതിയോ അമ്മയുടെ കാര്യം അറിയണ്ടേന്ന്. അന്ന് മുതലാ ഞാൻ അമ്മയെ അന്വേഷിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും അമ്മ എന്നെ ഉപേക്ഷിച്ചത്? അമ്മ മരിച്ചു പോയിട്ടുണ്ടാവോ? അതോ അച്ഛൻ പറ്റിച്ചിട്ട് ഇപ്പൊ ഏതെങ്കിലും അനാഥാലയത്തിലുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അലഞ്ഞു തിരിയാണോ? ഒന്നും അറിയില്ല. ഞാൻ അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന പോലെ
അമ്മ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവോ? അറിയില്ല. ഒരിക്കൽ ചന്ദ്രൂത്ത് വീട്ടിൽ ചെന്നപ്പോഴാ ബലരാമൻ സാറിനെ കാണുന്നത്. സാറും ഭാര്യയും എനിക്ക് വേണ്ടി എന്ന പോലെ സംസാരിച്ചു. പക്ഷേ പിന്നീട് ഒരു ദിവസം ബലരാമൻ സാറ് കുറെ രൂപയുമായി വന്നു. അച്ഛനെ, അതായത് സിദ്ധാർത്ഥൻ സാറിനെ ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ. മാഡം പറയൂ, അച്ഛനും അമ്മയ്ക്കും പകരമാവോ ഈ രൂപ? ആവില്ല. പക്ഷേ കുട്ടിയോട് ഒരു കാര്യം പറയാം. എന്താ മാഡം? ഒഫീഷ്യൽ സംസാരമല്ല, വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞോളൂ മാഡം. സിദ്ധാർത്ഥ് സാർ എന്റെ ഗുരുനാഥൻ കൂടിയാ രാഷ്ട്രീയത്തിൽ. എനിക്കറിയാം മാഡം. 100% സത്യസന്ധനായ ഒരു മനുഷ്യന്, കളങ്കമേ ഇല്ലാത്ത ഒരാൾ. കുട്ടിയുടെ പിതാവ് അദ്ദേഹമല്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അല്ലെന്ന് തന്നെയാണ് അർത്ഥം. മാഡം, എന്റെ അപേക്ഷയിൽ നടപടിയെടുക്കണം. അതിനൊരു മറുപടി കിട്ടുന്നവരെ സിദ്ധാർത്ഥൻ സാർ തന്നെയായിരിക്കും എന്റെ അച്ഛൻ. മാഡം, മെഡിക്കൽ കോളേജിലെ മീറ്റിംഗിന് ടൈം ആകാറായി. ഓക്കെ, നമുക്കിറങ്ങാം. ശരി. എന്തായാലും കുട്ടി ചെല്ലു. ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്യാം. ദാ, ഈ അപേക്ഷ കൊണ്ടുപോയിക്കോളൂ. അത് ഇവിടെ ഇരിക്കട്ടെ മാഡം. ഇതിലൊരു നടപടി എടുക്കണം. എന്റെ അപേക്ഷയാ. ഒരു പെണ്ണിനോടുള്ള പരിഗണനയെങ്കിലും എനിക്ക് കിട്ടണം. ഓക്കെ, താങ്ക് യു മാം. ഹലോ രജനി ചേച്ചി, നിങ്ങൾ പുറപ്പെട്ടില്ലേ? അതോ എത്താറായോ? അത് പറയാനാ വിളിച്ചത്. നീ അമ്മയുടെ ഫോൺ കൊടുത്തേ. അച്ഛനും അമ്മയും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനും പിന്നെ ബിസിനസ് ആവശ്യമായിട്ട് ആരോ കാണാനും കൂടി പോയിരിക്കുക. ആണോ? നിങ്ങൾ പെട്ടെന്ന് വാ ചേച്ചി, അടുക്കളയിൽ എനിക്കൊരു ആൾസഹായം വേണം. അല്ല ദേവി, ഇന്നത്തെ വിരുന്ന് വേണോന്നറിയാനാ വിളിക്കുന്നത്. അതെന്താ? അച്ഛനും അമ്മയോടും പറഞ്ഞ് ഇത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാ ഗിരിയും പറയുന്നത്. മനസ്സിന് സന്തോഷമില്ലാതെ എങ്ങനെയാ വിരുന്നുണ്ടലൊക്കെ നടത്തുന്നേ? പ്രശ്നങ്ങൾ അവസാനിച്ചില്ലല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോഴാ മനസ്സിന് സന്തോഷം കണ്ടെത്തേണ്ടത്. അതിനാ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ. കുറച്ചു നേരം നമുക്ക് എല്ലാം മറന്ന് വർത്താനവും പറഞ്ഞ് ഭക്ഷണവും കഴിച്ചു കഴിയുമ്പോ ഒരു സമാധാനം കിട്ടും. അതുമല്ല, കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകള് അതിന്റെ രീതിക്ക് നടത്തുകയും വേണമല്ലോ. ദേ, ഇവിടെ പരിപ്പും പായസം ഒക്കെ റെഡിയാവുക. പെട്ടെന്ന് വാ. ഞാൻ ഗിരിയേട്ടനോട് സംസാരിക്കണോ? എനിക്കൊന്ന് ഫോൺ കൊടുത്തേ. വേണ്ട, ഗിരിയോട് ഞാൻ പറഞ്ഞോളാം. ശരി. അമ്മ എന്ത് പറഞ്ഞു മോളെ? അമ്മയെ കിട്ടിയില്ല. ദേവികയോടാ സംസാരിച്ചെ. അച്ഛനും അമ്മയും ആരെ കാണാനോ എന്തോ വാങ്ങാനോ പുറത്തു പോയെന്ന്. ദേവിക എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുക. ചെല്ലണമെന്ന് നിർബന്ധം പിടിക്കുക. ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ എന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? എന്നാലും അവർക്കും ഒരു ആഗ്രഹം കാണില്ലേ, മോക്കും മരുമോനും വിരുന്ന് കൊടുക്കണമെന്ന്. അവരെ നിരാശപ്പെടുത്തണ്ട, നിങ്ങൾ പോയിട്ട് വാ. അമ്മയെ വിളിച്ചതല്ലേ, അമ്മയും കൂടി വരണം. ഞാൻ ഇനി ഒരിക്കൽ വരാം, നിങ്ങൾ ആദ്യം ചെല്ല്. പിന്നെ പോകുമ്പോ അവിടെ വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് എന്തെങ്കിലും കരുതണം.
അതാണ് അതിന്റെ ഒരു രീതി. നമുക്ക് എന്തായാലും പോവാൻ ഗിരി. എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്. രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയോ? ഏയ്, അത് മോശമല്ലേ ഗിരി? എന്നാ പിന്നെ രജനി നേരത്തെ പോക്കോ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എത്തിക്കോളാം. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഗിരിയോടി വന്നിട്ട് പോവാം, അത് മതി.